ഉദ്ഘാടനം കഴിഞ്ഞ തേവരയിൽ സ്ഥിതി ചെയ്യുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിട സമുച്ചയമാണിത്. 2006 ഡോക്ടറായിരുന്ന കോശി എന്ന വ്യക്തി സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇഷ്ടദാനം നൽകിയ സ്ഥലത്താണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത്. അന്ന് ഡോക്ടർ കോശിയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. എന്തുകൊണ്ടായിരിക്കാം ഒരു ഡോക്ടർ കോടിക്കണക്കിന് വില മതിക്കുന്ന ഒരു വസ്തു സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് എഴുതി കൊടുത്തതെന്നാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതു മുതലുള്ള പ്രധാന സംശയം. പത്തനംതിട്ട സ്വദേശിയായിരുന്നു ഡോക്ടർ കോശി വി ജോൺ. ENT ഡോക്ടറായിരുന്ന അദ്ദേഹം അമേരിക്കയിലായിരുന്നു ജോലി ചെയ്തത്. 10-ലധികം സെന്റ് വരുന്ന ഭൂമി 2006 ഇഷ്ടദാനം നൽകാൻ കോശി താൽപര്യം പ്രകടിപ്പിച്ചത്. ജന അണ്ടർ വാലുവേഷൻ നോട്ടീസ് ലഭിച്ചതിന്റെ വാശിക്കാണ് കോശി ഈ വസ്തു വിറ്റതെന്ന മറ്റൊരു അഭ്യൂഹങ്ങളുമുണ്ട്. കോശിയുടെ സുഹൃത്തുക്കൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉണ്ടായതിനാലാണ് അദ്ദേഹം സ്ഥലം എഴുതി നൽകിയതെന്ന് മറ്റൊരു കൂട്ടവും പറയുന്നു. എന്നാൽ വാശിയല്ല, കോശിയുടെ നല്ല മനസ്സാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് സഹോദരൻ പറയുന്നു. തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് തൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടിയും വെക്കണ്ട എന്നൊരു ധാരണ വെച്ചുകൊണ്ടാണ് ഇത് ഗവൺമെൻറ്റിനായിട്ട് കൊടുത്തത്. അന്ന് പലരോടും അവന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു 25,000 കുറച്ചാണ് ഇതിനകത്ത് വെച്ചേക്കുന്നുള്ളൊരു ധാരണ അവൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ഗിൽറ്റി കോൺഷ്യസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും കയ്യിൽ വെച്ചേക്കുകയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും കിട്ടിയേക്കുന്ന സാലറി ഒക്കെയും പാവങ്ങൾക്ക് സഹായിക്കാനും അവർക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാനും ആയിട്ടാണ് യൂസ് ചെയ്തത്. 1982 മുതൽ വാടക കെട്ടിടത്തിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. 2013 ഡോക്ടർ കോശി ഇഷ്ടദാനം നൽകിയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി. 2019 കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ വില്ലനായി കോവിഡ് എത്തി. ഇതിനിടെ കഥയിലെ നായകനായ ഡോക്ടർ കോശി ലോകത്തോട് വിട പറഞ്ഞു. ഏകദേശം 19 വർഷത്തിനിപ്പുറം ഡോക്ടർ കോശി എന്ന പേര് അദ്ദേഹത്തിന്റെ മരണശേഷം ചർച്ചാ വിഷയമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ നിന്നും സ്നേഹമോൾ നയനാൻ നമ്മുടെ കൂടെയുണ്ട്. സ്നേഹ, അദ്ദേഹം ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറെ അഭിമാനിക്കുന്നതായിരിക്കും അദ്ദേഹം ഈ ഒരു നല്ല കാര്യം ചെയ്തതിനല്ലേ. ഇഷ്ടദാനം നൽകുന്നു, 2 കോടിയിലധികം വില വരുന്ന ഒരു സ്ഥലമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിലും നല്ല മനസ്സുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം ഇതും കൂടി ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു തേവര മട്ടമ്മൽ ജംഗ്ഷന് സമീപം സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പുതിയ ഉദ്ഘാടനത്തിന് കെട്ടിടം നിർവഹിച്ചത്. ആ കെട്ടിടം ഉദ്ഘാടന ശേഷം അല്ലെങ്കിൽ ഉദ്ഘാടന സമയത്തും അതിനു മുൻപുമൊക്കെയായി തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേട്ട പേരാണ് ഡോക്ടർ കോശി എന്നുള്ളത്. അപ്പോൾ ആരാണ് കോശി എന്നുള്ള കാര്യത്തിലായിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ. അതായത് ഈ ഡോക്ടർ, ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഡോക്ടറും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഒരു സംശയം എന്നുള്ളത്. അപ്പോൾ മറ്റൊന്നുമല്ല, 43 വർഷത്തിലധികമായി ഈ സ്പെഷ്യൽ ബ്രാഞ്ച് വാടക കെട്ടിടത്തിലായിരുന്നു അവരുടെ ഓഫീസ് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ കോശി എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഒരു വസ്തു സ്പെഷ്യൽ ബ്രാഞ്ചിന്, തൻ്റെ വസ്തു സ്പെഷ്യൽ ബ്രാഞ്ചിന് എഴുതി നൽകിയത്. അതായത് ഏകദേശം 2 കോടിയിലധികം രൂപ വില വരുന്ന ഒരു വസ്തുവാണ് ഇഷ്ടദാനം നൽകിയത് എന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ നിരവധി കഥകൾ ഒക്കെ തന്നെയും പറയുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ ഡോക്ടർ കോശിയുടെ സുഹൃത്തുക്കളായിരുന്നു, അതുകൊണ്ടാണ് ഇഷ്ടദാനം നൽകിയതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഒരു ഈഗോയുടെ പേരിലാണ് അദ്ദേഹം എഴുതി നൽകിയെന്ന് പറയുന്നത്. അതായത് ഈ വസ്തു വാങ്ങിയപ്പോൾ, അതായത് ഈ പറയുന്ന ഈ തേവരയിലെ വസ്തു വാങ്ങിയപ്പോൾ, അതായത് ഈ ആധാരത്തിൽ ഈ 25,000 രൂപയുടെ ഒരു അടയ്ക്കേണ്ടതായിട്ട് വന്നു. സ്ഥലത്തിന് വില കുറച്ച് കാണിച്ചു. പക്ഷേ അന്ന് 25,000 രൂപ അടയ്ക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇഷ്ടദാനം നൽകുന്നു എന്ന് പറയുന്നു എന്ന് ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതായത് അദ്ദേഹം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്തിരുന്ന വ്യക്തി തന്നെയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിച്ച ശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. സ്വദേശം പത്തനംതിട്ടയാണ്. അതായത് വിവാഹശേഷം വിവാഹബന്ധം വേർപെടുത്തി ഒറ്റയാനായി തന്നെ നിന്നിരുന്ന ഒരാളായിരുന്നു. തൻ്റെ സ്വത്തിൻ്റെ അല്ലെങ്കിൽ താൻ സമ്പാദിക്കുന്നതിൻ്റെ പകുതി മറ്റ് ആളുകൾക്ക് കൊടുത്ത് ശീലമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അടക്കമുള്ള ആളുകൾ പറയുന്നത്.
പക്ഷേ എന്നിരുന്നാലും ഈ ഡോക്ടർ കോശിയും SSBയുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോഴും പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. ഏതായാലും 2006 അദ്ദേഹം ഇത്തരത്തിൽ തൻ്റെ ഈ ഭൂമി, അതായത് ഈ 2.5 കോടിയിലധികം വില വരുന്ന ഈ ഭൂമി SSBക്ക് എഴുതി നൽകിയത്. അതിനുശേഷം 2013 സർക്കാർ അവിടെ ഒരു SSBക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ശേഷം 2019 കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. പക്ഷേ അപ്പോഴും കോവിഡിന്റെ പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ആ കെട്ടിടത്തിന്റെ നിർമ്മാണം മുൻപോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. അതിൽ കെട്ടിടം നിലകൊള്ളുന്നത് മനോഹരമായൊരു സ്ഥലത്തു കൂടിയാണ്, ഒരു കായലിന്റെ തീരത്തു കൂടിയാണ് എന്നുള്ള കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും, അതായത് ഈ ഇത്രയും വർഷത്തിന് ശേഷം 2006 മുതൽ 2025 വരെ ഇപ്പോഴും അങ്ങനെ ഒരു സംശയം പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംശയത്തിനൊക്കെ വകയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ, അദ്ദേഹം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് സ്നേഹയും ഇപ്പോൾ പറഞ്ഞു. ഒരുപക്ഷെ ആ ചെയ്ത നല്ല പ്രവൃത്തികളുടെ കൂട്ടത്തിൽ കൂടി അദ്ദേഹം ഇത് ചെയ്തതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആ സ്ഥലം വെറുതെ ആയിട്ടില്ല. ഇഷ്ടദാനം നൽകിയ സ്ഥലത്ത് ഒരു കെട്ടിടം ഉയർന്നിരിക്കുകയാണ്, പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ശരി സ്നേഹ.